ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് ഞാൻ മുട്ട വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന 3 ഈസിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ലോക്ക്ഡൗണിൻ്റെ പ്രശ്നം കൊണ്ട് എല്ലാവരുടെ കയ്യിൽ സാധനങ്ങൾ കുറവായിരിക്കും. ഈ 3 സ്നാക്കിനും കുറഞ്ഞ ചേരുവകൾ മാത്രമേ ഉള്ളൂ, നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാകുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഓരോന്നായിട്ട് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം ഞാൻ സ്പൈസി ആയിട്ടുള്ള ഒരു എഗ് ഫിംഗേഴ്സ് ആണ് ചെയ്യുന്നത്. അടിപൊളി ടേസ്റ്റാണ്, എന്നാൽ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 മുട്ട ഞാൻ പൊട്ടിച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സി അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. ഇതുപോലെ മുട്ട നന്നായിട്ട് പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതിപ്പോൾ ഒരു സോസ് പാനിലാണ് വേവിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് സ്റ്റീമറിൻ്റെ മുകളിലൊരു പ്ലേറ്റ് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ സോസ് പാൻ ഡയറക്റ്റ് ഫ്ലെയിമിൽ വെച്ചിട്ടില്ല, ഒരു പഴയ ഫ്രൈ പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് താഴ്ഭാഗത്ത് കുറച്ച് ഓയിൽ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ആ ഒരു മുട്ടയുടെ കൂട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് മാക്സിമം ഒരു 15 മിനിറ്റ് മതി. ഓരോ ഫ്ലെയിമിനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ തുറന്ന് നോക്കുക. എന്നിട്ട് ഒരു കത്തിയോ ടൂത്ത് പിക്കോ എന്തെങ്കിലും കുത്തി നോക്കിയിട്ട് നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ റെഡി ആയിട്ടുണ്ട്. അത് ഓരോ ഫ്ലെയിമിനും അനുസരിച്ചിട്ടിരിക്കും, അത് നോക്കിയിട്ട് ചെയ്യുക. എൻ്റെ ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അതങ്ങനെ കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം ചൂടാറാൻ നിൽക്കുക. ചൂടാറിയതിന് ശേഷം നമുക്കിത് സോസ് പാനിൽ നിന്ന് പുറത്തെടുക്കാം. അതിനുശേഷം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാം. ഞാനിതാ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടാവും, ചെറിയ ഫിംഗേഴ്സാക്കി ചെയ്യുന്നില്ല. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മീൻ പൊരിക്കാനൊക്കെ കലക്കിയെടുക്കുന്നില്ല, അതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ബാറ്റർ ലൂസായി പോകരുത്. പിന്നെ ഒന്നുമില്ല, നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കുകയേ വേണ്ടൂ. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ആയിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട്, ഡെക്കറേഷൻ പരിപാടികൾക്കൊക്കെ വേണ്ടിയിട്ട്. പിന്നെ കറിവേപ്പില ഇട്ട് ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മുളകിൻ്റെ മിക്സിലേക്ക് മുട്ട ഓരോന്നും ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നമ്മൾ സാധാരണ ഒരു ഫിഷ് ഫ്രൈ ചെയ്യൂലേ, അതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഇത് കഴിക്കുമ്പോൾ ശരിക്കും നമ്മുടെ ആ ഒരു കല്ലുമ്മക്കായി ആ ഒരു ടേസ്റ്റൊക്കെയാണ് കിട്ടുക. വെറുതെ അറിയുന്നില്ല, സത്യം പറയുന്നതാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത്രയും സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത സ്നാക്ക് മുട്ടി ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത് തന്നെയാണ്, നല്ല എളുപ്പമാണ്. അപ്പോൾ അതും എങ്ങനെയാണ് റെഡിയാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഫില്ലിംഗ് ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ 1 ടീസ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളകും ചേർത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല സോഫ്റ്റായി കിട്ടുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു പൊടികളൊക്കെ വേവിച്ചെടുക്കണം. അപ്പോൾ പൊടികളൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 പൊട്ടാറ്റോ വേവിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നന്നായിട്ട് വേവിച്ചിട്ട് ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കിട്ടണം. ആ ഒരു പൊട്ടാറ്റോൻ്റെ കട്ടകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ച് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പൊട്ടാറ്റോൻ്റെ വെള്ളം വരിയുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം.
ഒട്ടും കട്ടകളില്ലാതെ തന്നെ ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാനൊരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ചെറിയ പീസ് ഇഞ്ചി ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളിയും കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ട്. അതുപോലെ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പുളിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ടിട്ട് ഒരു ചമ്മന്തി പരുവത്തിൽ നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കണം. ഇപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 മുട്ട വേവിച്ചിട്ട് അതിതുപോലെ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഇതിലും വലിയ പീസൊക്കെ ഉണ്ടാവും. നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിത് ചമ്മന്തിയിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ച് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ മുട്ട ഉടച്ചെടുക്കണം. ഇപ്പോൾ മുട്ട നന്നായിട്ട് ഉടച്ച് ചമ്മന്തി മുട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. മുട്ട ചമ്മന്തി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്ക് കുറച്ച് എണ്ണ തടവിയിട്ട് ഓയിൽ തടവിയിട്ട് ഇതുപോലെ ബോൾസാക്കി മാറ്റാം. ഇതെപ്പോഴും ചെറിയ ബോൾസാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു ബോളിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടിരിക്കും നമ്മുടെ സ്നാക്കിൻ്റെ സൈസ്. അപ്പോൾ അത് നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു സൈസിലുള്ള ബോൾസാക്കിയിട്ടാണ് മാറ്റുന്നത്. അങ്ങനെയെല്ലാം ബോൾസാക്കി മാറ്റി വെക്കണം. അപ്പോൾ ചമ്മന്തി ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിൽ തന്നെ തടവിയിട്ട് ഈ ഉരുളക്കിഴങ്ങിൻ്റെ മസാല ഉണ്ടല്ലോ അത് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫ്ലാറ്റാക്കി പരത്തിയെടുക്കണം. ഇതിൻ്റെ നടുവിലായിട്ട് നമുക്ക് ആ ഒരു ബോൾ വെച്ച് കൊടുക്കാം. എന്നിട്ട് അത് കവർ ചെയ്തിട്ട് കൈ വെച്ചിട്ട് ഒന്ന് ഒരു കായടൻ്റെ ഷേപ്പിലാണ് ആക്കിയെടുക്കേണ്ടത്. ആ മുട്ട ചമ്മന്തി നന്നായിട്ട് പിന്നെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ മസാല വെച്ചിട്ട് കവർ ചെയ്യണം. അപ്പോഴായിരിക്കും കാണാനൊരു ഭംഗി ഉണ്ടാവും. ആ ഉള്ളിലൊരു പച്ച കളറൊക്കെ കാണുമ്പോൾ ഒരു ഭംഗിയാണ്. അപ്പം നന്നായിട്ട് കായടക്ക് ഉരുട്ടിയെടുക്കുന്ന പോലെ നമ്മൾ ഉരുട്ടിയെടുക്കുക ഈ ഒരു ഷേപ്പിൽ കേട്ടോ. ഇനി നമുക്കത് കവർ ചെയ്യാനുള്ള കോട്ടിംഗ് ആണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പം ഞാനിത് കടലപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ മുട്ടയിലും കവർ ചെയ്ത് പിന്നെ ബ്രെഡ് ക്രംസും കോട്ട് ചെയ്തെടുക്കുക. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും. പിന്നെ നല്ല ക്രിസ്പിനെസ് ആയിരിക്കും, നല്ല ടേസ്റ്റൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കടലമാവാണ് കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 നുള്ളു മതിയാവും. ഇനി ഇതിലേക്കുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ടകളില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഞാനൊരു വിസ്ക് വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ പിന്നെ നമ്മളത് ലെവലാക്കി എടുക്കാൻ വേണ്ടി പൊടിയിട്ട് കൊടുക്കുക, അതൊരു പണിയായിരിക്കും. ഏറ്റവും ബെറ്റർ നമുക്ക് ഈസി ആയിട്ടുള്ളത് പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും. ഇതുപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ച സ്നാക്ക് ഉണ്ടല്ലോ അത് ഈ ഒരു കടലമാവിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ കവർ ചെയ്യണം. മുട്ട ആയതുകൊണ്ട് പൊട്ടിത്തെറിക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ. നമ്മൾ മുട്ട എവിടെയുള്ളത് കടലമാവിൻ്റെ ഉള്ളിൽ, പൊട്ടാറ്റോ മാവിൻ്റെ ഉള്ളിൽ ചമ്മന്തിൻ്റെ കൂടെയാണ് മുട്ടയുള്ളത്. അപ്പോൾ അത് പൊട്ടിത്തെറിക്കുകയൊന്നും ചെയ്യില്ല. എല്ലാ ഭാഗവും നമ്മൾ ഒരുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാ ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുമ്പോഴാണ് ഇതൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഈ മാവ് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ഒരു മീഡിയത്തിൽ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് ഓയിലിൽ നിന്ന് മാറ്റാണ്. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്കാണിത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാനൊരു ഈസി ആയിട്ടുള്ളൊരു കട്ട്ലേറ്റ് ആണ് കാണിക്കുന്നത്. മുട്ട വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലേറ്റ്. അപ്പോൾ അതും എങ്ങനെയാണ് റെഡിയാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സവാള അരിഞ്ഞതും ഒരു 3 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് എളുപ്പത്തിൽ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല സോഫ്റ്റായി കിട്ടുന്നവരെ തന്നെ വഴറ്റിയെടുക്കണം. അതിനുശേഷം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഒരു നുള്ള് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
ഇതിൻ്റെ ഇടയിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നടുവിൽ ഇതുപോലൊരു ഗ്യാപ്പാക്കി കൊടുക്കുക, നമ്മൾ മുട്ട ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 2 മുട്ട നടുവിലേക്ക് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കൂലേ, അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മുട്ട കുക്ക് ചെയ്തെടുക്കണം. ഈ ഒരു മസാലയായിട്ട് നല്ലോണം യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണമല്ലോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ മുട്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നല്ലോണം ചൂട് പോയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പോളം ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബ്രെഡ് ക്രംസ് ഇതിൽ വെള്ളത്തിൻ്റെ അളവുണ്ടെങ്കിൽ അതൊന്ന് ശരിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ മാവ് നല്ല ടൈറ്റായി കിട്ടണം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. പിന്നെ ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്. അപ്പോൾ അത് നോക്കിയിട്ട് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ നല്ല ചപ്പാത്തി മാവൊക്കെ പോലെ കുഴച്ചെടുത്തതിന് ശേഷം ഷേപ്പ് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ കട്ട്ലേറ്റിൻ്റെ ഷേപ്പാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ കയ്യിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം ഒരു ചെറിയ ബോൾ എടുത്തിട്ട് ഇതൊന്ന് പ്രസ് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പ് ആക്കിയെടുക്കുക. കട്ട്ലേറ്റ് പോലെ ഇങ്ങനെ ആക്കിയെടുക്കുക. അങ്ങനെ തന്നെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ഒരു ബൗളിലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് കുറച്ച് ലൂസിലൊന്ന് കലക്കിയെടുക്കണം. നല്ല കട്ടി വേണ്ട. ഇതിന് പകരം നിങ്ങൾക്ക് മുട്ടയിൽ ഡിപ്പ് ചെയ്തെടുത്താലും മതി. പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസിലും കൂടി കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം കുറച്ച് ബ്രെഡ് ക്രംസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മൈദയുടെ മിക്സിലേക്ക് നമ്മുടെ ഓരോ കട്ട്ലേറ്റും ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫുള്ളായിട്ട് ബ്രെഡ് ക്രംസ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ ആ ഒരു മസാല നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തില്ലേ, ആ സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഫുള്ളായിട്ട് ഒട്ടും മസാല കാണാത്ത രീതിയിൽ ബ്രെഡ് ക്രംസ് കവർ ചെയ്തെടുക്കണം. ഇങ്ങനെ തന്നെ നമ്മളെല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക വേണ്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. മുങ്ങിക്കിടക്കാൻ മാത്രം ഓയിൽ ഒഴിച്ചാൽ മതി. കട്ട്ലേറ്റിന് ഓവറായിട്ട് അങ്ങ് ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നല്ലൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മീഡിയം ടു ഹൈ ആ ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കട്ട്ലേറ്റ് പൊട്ടിപ്പോകും. ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ അവിടെ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. ഓവറായിട്ട് തവി വെച്ചിട്ട് അങ്ങനെ ഇളക്കാനും നിൽക്കേണ്ട, പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പൊടിഞ്ഞു പോകുന്ന പ്രശ്നമൊന്നും അങ്ങനെ ഉണ്ടാവില്ല. നല്ല ഡ്രൈ ആയിട്ട് ടൈറ്റായിട്ട് മസാലക്കൂട്ട് ഉണ്ടാക്കിയെടുത്തിനെങ്കിൽ കട്ട്ലേറ്റ് പൊടിഞ്ഞു പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മളിതിൽ ഒന്നാമത് പൊട്ടാറ്റോ ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ ഒരു 2-3 തവണ മറിച്ചിട്ട് കൊടുത്താൽ മതി. ഓവറായിട്ട് അങ്ങനെ വേണ്ട. അപ്പോൾ ഇതുപോലെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരു ടിഷ്യൂ പേപ്പറിലേക്കോ ഒരു സ്ട്രെയിനറിലേക്കോ മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു 3 സ്നാക്കും. എന്തായാലും ഈ ഒരു ഇഫ്താറിൻ്റെ സമയത്ത് ട്രൈ ചെയ്ത് നോക്കുക, ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്